അരുണെ, എനിക്ക് സമയം തരണം. ഈ സണ്ണിക്കുട്ടി അബ്രാഹിമിനെയും RV ബാബുവിനെയും ഒന്നിച്ചു പിടിക്കേണ്ടിയിരുന്നില്ല. രണ്ടുപേരും ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. സണ്ണിക്കുട്ടി അബ്രാഹിം ഓർമ്മിക്കണം, അയാൾ സ്വതന്ത്ര നിരീക്ഷകനായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയതും സുപ്രീം കോടതിയുടെ ചരിത്രവിധി ഉണ്ടാക്കിയെടുത്തതും ആരാണ്? CPM പോളിറ്റ് ബ്യൂറോ അല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, RSSുമായി ബന്ധപ്പെട്ട BJPയുമായി ബന്ധപ്പെട്ട അഭിഭാഷകന്മാരാണ്. അവരെന്തിനു കോടതിയിൽ പോയി? ഇന്ത്യ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ഭരണഘടനയെ സംബന്ധിച്ച അവസാന അഭിപ്രായം പറയേണ്ടത് നമ്മുടെ പരമോന്നത കോടതിയാണ്. ഇടപെടാൻ സമ്മതിക്കില്ല. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ എന്ത് വൃത്തികേടാ പറഞ്ഞു ഉടായിപ്പെന്നൊക്കെ എനിക്ക് പറയണ്ടേ? നിങ്ങളെപ്പോലുള്ള ഒരാളെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ താങ്കളെ പോലുള്ള ഒരാളെ ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പറയട്ടെ, ചൂടാവും. താങ്കളെപ്പോലുള്ള ആളുകൾ RSSന് കുടപിടിക്കരുത്. അത് മോശമാണ്. സണ്ണിക്കുട്ടി അബ്രാഹിം, നിങ്ങൾ സ്വതന്ത്ര നിരീക്ഷകർ നിലക്കാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉള്ള സമയത്ത് പറഞ്ഞു ഇതിനിടെ ഇടപെടേണ്ട. ഞാൻ എന്റെ സമയമാണിത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ രാജ്യത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിധി ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരുപോലെ സുപ്രീം കോടതിയുടെ ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ നിയമം മൂലം തെരഞ്ഞെടുക്കപ്പെട്ട് നിയമം മൂലം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. മറന്നുപോകരുത് സണ്ണിക്കുട്ടി. നിങ്ങൾ ഈ RV ബാബുവിന്റെ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ഇവിടെ പയറ്റരുത്. നിങ്ങൾക്ക് UDFന് വേണ്ടി ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം പറയേണ്ടി വന്ന ഗതികേടിനെ ഞാൻ ലജ്ജിക്കുകയാണ്. താങ്കളെപ്പോലുള്ള ഒരാള്, VD സതീശൻ അത് പറയട്ടെ, താങ്കളെപ്പോലുള്ള ഒരാൾ അത് ചെയ്യരുത്. ഇവിടെ ഈ വിധി ഉണ്ടാക്കിയെടുത്തത് RSSകാരാണ്. ആ വിധി ഉണ്ടാക്കിയതിനു ശേഷം എന്താണ് അത് സുവർണാവസരമാക്കി. ആ സുവർണാവസരത്തിന്റെ പങ്ക് പറ്റാൻ ഇവിടുത്തെ UDFകാർ പോയി. ആ UDFകാർ ഇപ്പോഴെന്താണ്, മറ്റൊരു കോണ്ടസ്റ്റിലാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത്. അതിന്റെ നാമത്തെ സംബന്ധിച്ച്, അതിന്റെ ശീർഷകത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. അത് നിങ്ങൾക്ക് ഉന്നയിക്കാം, അത് വേറെ മറ്റൊരു പ്രശ്നമാണ്. ഇതൊറ്റ കാര്യം മാത്രമാണ്. ശബരിമലയിൽ അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. അരുൺ അറിയാത്ത കാര്യമല്ലല്ലോ. ഈ ഇത്തരം പമ്പാ സംഗമത്തിലും അയ്യപ്പ ഭക്തരുടെ ഇത്തരം കൂട്ടായ്മകളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ, നിക്ഷേപങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ അത്തരം സംഗമങ്ങൾ വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു എക്സെപ്ഷൻ, അതിന്റെ ഒരു വിപുലമായ ഒരു കൂടിച്ചേരലാണ് ഇപ്പോ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആ ചർച്ച രാഷ്ട്രീയമായിട്ട് ഇപ്പോ UDF എന്താണ് ഇതിന്റെ കൂടെ വരാത്ത എന്താണ്, അവർക്ക് വലിയ പരിഭ്രാന്തിയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 ടേം ഭരിച്ചു. 3ാം ടേം 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയൻ വരാൻ അധികാരമുണ്ട്. അവർ വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി എന്താണ്? കേരള സമൂഹത്തിൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത, നൈതികതയൊക്കെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് പോലും പിന്തുണക്കാൻ കഴിയാത്ത തരത്തിലുള്ള അപജയത്തിന്റെ ചളിക്കുണ്ടിലാണ്, അതിന്റെ അഴുക്കുചാലിലാണ് UDF എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുന്നണിക്ക് എന്താണ് ഇവിടെ ഹിന്ദു ആരാണ്? RV ബാബുവിന് ആരാണ് ഈ അവകാശം കൊടുത്തത്? അറിയുമോ? NSSും SNDPയും രൂപം കൊണ്ടത് ഹിന്ദു എന്ന് നിങ്ങൾ പറയുന്ന ബ്രാഹ്മണ മതത്തിലെ ജാതി വ്യവസ്ഥക്കെതിരായിട്ടാണ്. അതിന്റെ അനീതികരമായ ബ്രാഹ്മണ്യത്തിന്റെ നീതികേടുകൾക്കെതിരായിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ NSS ഈ മന്നത്ത് പത്മനാഭൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ മാത്രം വായിച്ചാൽ മതി. അദ്ദേഹത്തെ NSSലേക്ക് അദ്ദേഹത്തിന്റെ നിലപാടിലൊക്കെ പല മാറ്റവും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹം എഴുതിയ ആത്മകഥ എന്താണ് പറഞ്ഞത്? ബ്രാഹ്മണ്യം, സ്വന്തം പിതാവിനെ പിതാവെന്ന് വിളിക്കാൻ പോലും അനുവാദം കൊടുക്കാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ നികൃഷ്ടത, അതിന്റെ വൃത്തികേട്, അതിന്റെ ജീർണത, അതൊക്കെ ചൂണ്ടിക്കാണിച്ച മനുഷ്യരാണ് മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് ഡോക്ടർ പൽപ്പു SNDP യോഗം പോലുള്ളൊരു സംഘടനക്ക് രൂപം കൊടുക്കുന്നത് ബ്രാഹ്മണ്യം കൽപ്പിച്ച അനീതികരമായ അയിത്തത്തിന്, അസ്പൃശ്യതക്ക് അതുണ്ടാക്കിയ പാവപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ദളിതർക്കോ പിന്നോക്കക്കാർക്കോ ക്ഷേത്രത്തിലോ പൊതുവഴികളിലോ ഇവിടെയോ നടക്കാനോ പോകാനോ കഴിയാത്ത ഒരു നിർഗതിയിൽ നിന്നാണ് വിവേകാനന്ദ സ്വാമികളുടെ ഉപദേശം കേട്ട് ഇവിടെ വന്നിട്ട് SNDP ഉണ്ടാക്കിയത്. ആ SNDPയും NSSും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ കേരളത്തിൽ രൂപം കൊണ്ടത് ബ്രാഹ്മണ്യ അധികാരത്തിന്റെ ഉച്ചനീചത്വങ്ങളെ എതിർക്കുക എന്ന നവോത്ഥാനപരമായ ഒരു ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ്.